ശ്രീനാമേ, ആ മോളെ വന്നോ നീ? ഞാൻ നിന്നെ തിരക്കി അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. എന്നാ നമുക്ക് പോയാലോ? എവിടെ പോവാ മമ്മി രാവിലെ തന്നെ? അല്ല മോനെ, അത് ഞാൻ അനുമോളുടെ ഡാൻസ് സ്കൂൾ വരെ ഒന്ന് പോവാടാ. അവിടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആഹാ, എന്നാ ഞാനും ഉണ്ട്. അനുവിന്റെ ഡാൻസ് സ്കൂളൊക്കെ ഒന്ന് എനിക്കും കാണണം. ഡാൻസ് സ്കൂളോ? എന്നാ ഞാനും വരുന്നോ മമ്മി? ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എന്നാ ഞാനും വരും. അനു, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞങ്ങളും കൂടെ വന്നോട്ടെ? ആ പിന്നെന്താ, വന്നോ ശ്രീയേട്ടാ? നിങ്ങളും വന്നോ? എന്നാ നമുക്ക് രുദ്രനെ അമ്മൂനെയും കൂടെ വിളിക്കായിരുന്നു. ആരും വിളിക്കേണ്ട ആവശ്യമില്ല ശ്രീനാമേ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, അതുകൊണ്ട് ഓൾറെഡി അവർ എന്റെ കൂടെ വരും. എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും അവരും എന്റെ കൂടെ വരാറുള്ളതാണ്. അനുചേച്ചി, അനുചേച്ചി പറഞ്ഞു തീർന്നില്ലല്ലോ, അതിനു മുമ്പ് രുദ്രയുടെ വിളി വന്നു. എന്നാ വാ ശ്രീനാമേ, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇല്ലെങ്കിൽ ഞാൻ വിളി കേൾക്കുന്നവരെ അവൾ ഇങ്ങനെ നടന്ന് വിളിച്ചോണ്ടിരിക്കും. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ എവിടൊക്കെ നോക്കിയെന്നറിയോ? നമുക്ക് പോവാം. ഒരു മിനിറ്റ് നിൽക്കേ, അവരും കൂടെ വരട്ടെ. അവരോ? ഇനി ആര് വരാനാ? ശ്രീനു അമ്മയും സിദ്ധുവും ഹർഷനും ശ്രീയണ്ണും ഒക്കെ നമ്മുടെ കൂടെ ഇന്ന് വരുന്നുണ്ട്. ഹർഷനും ഉണ്ടോ? ആ ഉണ്ടടി, എല്ലാരും ഉണ്ട്. എന്നാനോ പോയാലോ? ആ പോവാമേ. महादेव मनोहर महामन्त्राधिप प्रभो महामाया भगवती प्रिया निन्ने तोळुन्ने പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്തു പരമാർഗം ധീരമാക്കും പരമേശ കൊഴുന്നേ. പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്തു പരമാർഗം ധീരമാക്കും ഗുഡ് മോർണിംഗ്. എല്ലാരും ഇന്ന് നേരത്തെ ആണല്ലോ. ഒരാളുടെ മിസ്സിംഗ് ഉണ്ടല്ലോ. ചാരി ഒന്നും വന്നില്ല. അവളെവിടെ? ഇല്ല ടീച്ചർ, അവൾ ഇതുവരെ വന്നിട്ടില്ല. ഈ കുട്ടി എന്നും ലേറ്റ് ആണല്ലോ. എത്ര പറഞ്ഞാലും കേക്കില്ല. ഇനി വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. വോ, ഇത് കൊള്ളാലോ. മമ്മി വീട്ടിലുള്ള അനു അല്ല ഇവിടെ ഉള്ളത്. മിസ് നല്ല സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. അതേട്ടാ, ഡാൻസിന്റെ കാര്യത്തിൽ ചേച്ചിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. എന്തിനാ ഞങ്ങളെ പോലും വരച്ച വരെ നിർത്തും ചേച്ചി, അറിയോ? ആരാ ഇത്? ഇങ്ങോട്ടുള്ള വഴി അറിയാവുന്ന മേഡത്തിന്? ഞാൻ കരുതി മറന്നുപോയെന്ന്. അങ്ങോട്ട് ചോദിക്ക് ടീച്ചറെ, രാവിലെ മുതൽ ഞാൻ വിളിക്കുന്നതാ. എഴുന്നേക്കുന്നില്ല പൊണ്ണ് ടീച്ചറെ. വിളിച്ച് എന്റെ വായന വെള്ളം പറ്റി. ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നതാ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതറിയോ? ആണോ ചാരു? നീ മടി പിടിച്ച് കിടക്കുമായിരുന്നോ? നല്ല അടി കിട്ടാത്തതിന്റെ കുറവുണ്ട് നിനക്ക്. ആ പോരട്ടെ, അടുത്ത കള്ളം പോരട്ടെ. ഞാൻ പറയട്ടെ? പറയ്, കേക്കട്ടെ. അതില്ല ടീച്ചറെ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഓഹോ, ആട്ടെ, എന്ത് സ്വപ്നമാ തമ്പ്രാട്ടി കണ്ടത്? അത് ടീച്ചറിന്റെ കല്യാണം കണ്ടേ. അത് ഈ
അതിവിടെ ഒന്ന് നിക്കാൻ നോക്ക്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചരു, ഈ ഘട്ടത്തേക്കും കൂടി ഞാൻ ക്ഷമിച്ചേക്കുന്നു. ഇനി നീ ലേറ്റ് ആയ അരമണ്ഡലത്തിൽ തന്നെ നിർത്തിക്കും ഞാൻ. അറിയാലോ എന്നെ, ചേച്ചിമാരൊക്കെ നിക്കണ കണ്ടിട്ടില്ലേ നീ? ഗുഡ്, എന്നാ തുടങ്ങുമല്ലേ? മമ്മി, ഇതാണോ ക്ലാസിക്കൽ ഡാൻസ്? അതെ സിദ്ധു, ഇതാണ് ഭരതനാട്യം. എന്തായി കാണിക്കണേ? അങ്ങനല്ല, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ വേണം. കൈ എത്തുന്നിടത്ത് മെയ് എത്തണം, മെയ് എത്തുന്നിടത്ത് കണ്ണെത്തണം. നിങ്ങൾ നൃത്തത്തെ വെറുതെ ഒരു കലയായിട്ട് കാണാതെ അതിനെ ഒരു ഇമോഷനായിട്ട് കാണും. നൃത്തം എന്നത് നമ്മുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്നിരിക്കണം. മുഖത്ത് വരുന്ന ഓരോ ഭാവങ്ങളും ഉള്ളിൽ തൊട്ടറിയണം. ഓക്കേ അശ്വതി, അങ്ങനല്ല. മുദ്രകൾ ഒരിക്കലും തെറ്റാൻ പാടില്ല. ഒരു നാട്യത്തിന്റെ അടിസ്ഥാനം എന്നത് മുദ്രകളും ഭാവങ്ങളുമാണ്. സോ ബി കെയർഫുൾ. നന്നായിട്ട് ഏകാഗ്രതയോടെ കളിക്കുക കേട്ടോ. എന്നാ ശരി, എല്ലാരും വീട്ടിൽ പൊക്കോ. ചാരു, നാളെ നേരത്തെ വരണം കേട്ടോ. മോളെ, ഉച്ച വരെ ഉള്ളോ? പിന്നെ വൈകിട്ട് വരെ ഉണ്ടെന്ന് പറഞ്ഞതോ? ഉണ്ടമ്മേ. ഇതിപ്പോ മോർണിംഗ് ബേസിക് ആയിട്ടുള്ളവരെയാണ് എടുക്കാറ്. ഉച്ച കഴിഞ്ഞ് സീനിയേഴ്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് വിശക്കുന്നു. ഇവിടെ അടുത്ത് ഹോട്ടൽ വല്ലതും ഉണ്ടോ? അയ്യോ, ഞാനത് മറന്നു. ഇവിടെ തന്നെ ഫുഡ് കിട്ടും ഹർഷ. ഇവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. ഞാൻ എപ്പോഴും അവിടെ നിന്നാ കഴിക്കാറ്. നിങ്ങളും വാ. അനു, താനൊരു ഡാൻസ് കളിക്കോ? അതെ മോളെ, ഒരു ഡാൻസ് കളിക്കേ. പിന്നെന്താ അമ്മേ, കളിക്കാലോ. അനുമോൾ കളിച്ചില്ലേ? എന്നാ എനിക്ക് അമ്മയും കൂടെ ഒരു ഡാൻസ് കളിക്കേ. അയ്യോ, ഞങ്ങളില്ല ശ്രീനുവമ്മേ. അത് പറഞ്ഞാൽ ശരിയാവില്ല. മോളെ അനു കളിക്കാൻ പറ. കളിക്കാമോ? രുദ്ര കളിച്ചേ. അയ്യോ, കളിക്കാം. पग पग डोलो रे हो, पग पग डोलो रे, डगमग सी मैं चलती हूँ, जगमग लो सी जलती, तेरे नैनों की कैसी मदिरा, थर थर कांपू रे तेरे तीर से छिपती, चंदन से नाग सी लिपटी, मैं बेहोश तू नशा, ऐसी मोह की दशा. അയ്യോ മോളെ, എന്ത് പറ്റി? രുദ്രേ, 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 എന്ത് പറ്റി? രുദ്രേ, രുദ്ര കണ്ണു തുറന്നേ. ചിലപ്പോ ബീപ്പ് ലോ ആയതാവും. അമ്മു, ക്യാൻറ്റീനിൽ പോയി കുറച്ച് ഉപ്പിട്ട് കഞ്ഞിവെള്ളം വാങ്ങിട്ട് വന്നേ. ശരിയായോ മോളെ? ആയി ചേച്ചി. ഇതെന്താ പെട്ടെന്ന് ബീപ്പ് ലോ ആകാൻ കാരണം? അത് ചിലപ്പോ ഡാൻസ് കളിച്ചിട്ടാവും.
ഒരുപാട് നേരം എക്സസൈസോ ഡാൻസോ കളിച്ചാൽ ചിലർക്ക് BP ലോ ആവും. എന്നാ അത് തന്നെയാവും. ഈ മമ്മി കാരണമല്ലേ, മമ്മി നിർബന്ധിച്ചത് കൊണ്ടല്ലേ രുദ്ര കളിച്ചത്. ഇല്ല അവള് കളിക്കില്ലായിരുന്നല്ലോ. അതിന് ഹർഷ നീ എന്തിനാ മമ്മിയോട് ദേഷ്യപ്പെടുന്നേ? അവക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാനതിന് ദേഷ്യപ്പെട്ടതല്ലല്ലോ സിദ്ധു, നീ കാര്യം പറഞ്ഞതല്ലേ. അയ്യോ ഒന്ന് നിർത്ത്. എനിക്കിപ്പോ കുഴപ്പമില്ലല്ലോ എന്റെ ഹർഷേട്ടാ. പിന്നെന്താ? ഉവ് കണ്ടു. നീ ഇനിയെങ്കിലും ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും. ഓ ആയിക്കോട്ടെ സാർ. അനുശേഷി എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. സിദ്ധു ദാ അവിടെ ഉണ്ട്. അമ്മു ഒന്ന് കാണിച്ചു കൊടുത്തേ. വേണ്ട, ഞാൻ വേണേ എടുത്തിട്ട് വരാം സിദ്ധു ഏട്ടാ. എന്തിനേട്ടൻ അവിടെ വരെ വന്ന് ബുദ്ധിമുട്ടുന്നേ? നോ താങ്ക്സ്. എവിടാന്ന് വെച്ചാ കാണിച്ചാ മതി, ഞാൻ പോയി കുടിച്ചോളാം. ഓ ആയിക്കോട്ടെ. സിദ്ധുവേട്ടാ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഫേസ് എപ്പോഴും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ? അറിയാൻ വയ്യാണ്ട് ഇരിക്കുക, അതോ ഇനി എന്റെ അടുത്ത് മാത്രമേ ഉള്ളോ ഇങ്ങനെ? That's none of your business. Okay? എന്താ ഇങ്ങനെ? എങ്ങനെയുണ്ട് ശ്രീനാമേ എന്റെ ഡാൻസ് സ്കൂളൊക്കെ? പിന്നെ നന്നായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എന്റെയും ലക്ഷ്യന്റെ ഒക്കെ പഴയ കാലം ഓർമ്മ വരുന്നത്. ഞാനും അവളെ ഒരു മിസ്സല്ലായിരുന്നു ഡാൻസ് പഠിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഡാൻസോ? അപ്പൊ ശ്രീനാമൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ അമ്മനെ പോലെ തന്നെ പഠിച്ചിട്ടുണ്ട്, ബട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെന്ന് മാത്രം. അതെന്താ? സാഹചര്യം, അല്ലാതെ എന്ത് പറയേ. അതൊക്കെ വിടെ, ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. എന്തായാലും നിങ്ങൾ ചെല്ല്, ഒരുപാട് ടയർഡായി വന്നതല്ലേ. രുദ്രമോളെ ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ നോക്കട്ടോ. ഓക്കെ ശ്രീനാമൻ. പിന്നെ രുദ്രമോള് തല ഇറങ്ങി വീണ കാര്യമൊന്നും ലക്ഷ്മണോട് പറയാൻ നിൽക്കണ്ട കേട്ടോ, അവൾ ഒരുപാട് പേടിക്കും. എന്നാ നിങ്ങൾ ചെല്ല്, ഞങ്ങളും അങ്ങോട്ട് പോട്ടെ. വാടാ.